മാത്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുലയാണ് n². ഇവിടെ 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ് ചോദ്യം. അപ്പം 100 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് നോക്കണം. ഒരു ഇരട്ട സംഖ്യ അത് ചോദിച്ചത് 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം കാണാൻ ആ 100നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി 50. അതായത് n² വരും, 50². 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം 50, അതായത് n². എത്ര എണ്ണമാണെന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ സ്ക്വയർ ഉണ്ടാവും. 50² സമം 2500. 199 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ചോദിച്ചാൽ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് നോക്കാൻ വേണ്ടി 199ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. അതായത് 200/2 100. അപ്പോൾ 199 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 100. അതായത് n². 299 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ n². എന്നിവിടെ 100 കണ്ടുപിടിച്ചു. എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. n², 100², 100, പിന്നെ ഒരു 2 0 കൊണ്ട് ഇട്ട് കൊടുക്കുക. 100 × 100. ഇവിടെ ഒരു 50 ഒറ്റ സംഖ്യകളുടെ തുക ചോദിച്ചാൽ 50ന് നേരെ പകുതി 50/2. അതായത് 25 ഒറ്റ സംഖ്യകളും 25 ഇരട്ട സംഖ്യകളുമാണ് 50 വരെ. 199 വരെയുള്ളത് അല്ല 299 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചാൽ 299 ഒന്നും കൂടെ കൂട്ടണം. അതായത് 300 വരെ 150 ഇരട്ട സംഖ്യ, 150 ഒറ്റ സംഖ്യകളുടെ 300/2, അതായത് 150. 150ൻ്റെ സ്ക്വയർ എഴുതിയാൽ മതി. അതിന് 15ൻ്റെ സ്ക്വയർ 15 × 15 225. കൂടെ 2 0 കൂടി ഇട്ടാൽ മതി. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n² എന്നുള്ള ഫോർമുല ഓർത്തിരിക്കുക. ഇവിടെ 240 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക അയച്ചെങ്കിൽ 240നെ 2 കൊണ്ട് ഹരിക്കുക. 120 ഒറ്റ സംഖ്യകളും കാണും, 120 ഇരട്ട സംഖ്യകളും കാണും. അങ്ങനെ 240. ഇപ്പോൾ 499 വരെയാണ് ചോദിച്ചെങ്കിൽ ഉള്ള ഒറ്റ സംഖ്യകളാണ് ചോദിച്ചെങ്കിൽ 499 വരെ ഒറ്റ സംഖ്യകൾ 500 വരെ എത്ര ഒറ്റ സംഖ്യകളും എത്ര ഇരട്ട സംഖ്യകളും കാണാം. 500 വരെ 250 ഒറ്റ സംഖ്യകളും കാണും, 250 ഇരട്ട സംഖ്യകളും കാണും. അതായത് 499 + 1 ÷ 2 500/2. അങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ ഒറ്റ സംഖ്യ എന്നിട്ട് അതുവരെയുള്ളതാണ് ചോദിച്ചെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. വേറെ ഇരട്ട സംഖ്യ 1000 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചെങ്കിൽ 1000ന് നേരെ പകുതി 500 എണ്ണമാണുള്ള ഒറ്റ സംഖ്യകൾ. അപ്പോൾ 500ൻ്റെ സ്ക്വയർ 5 × 5 25, 4 0 ഇട്ട് കൊടുത്താൽ മതി. 2,50,000. ഇവിടെ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ചോദിച്ചാൽ n × n+1. ഇരട്ട സംഖ്യകൾ n × n+1 എന്നുള്ള ഫോർമുല എടുക്കുക. ആദ്യത്തെ n ഒറ്റ സംഖ്യകളാണെങ്കിൽ n². ഇവിടെ ഒരു ചോദ്യം, ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക. n എന്ന് പറയുന്നത് ഇവിടെ 30ആണ്. നമുക്ക് n × n+1 എന്നിങ്ങി തന്നിട്ടുണ്ട്. 30 ഇരട്ട സംഖ്യകളുടെ തുക ആദ്യത്തെ, അതായത് 30 × 30 + 1, അതായത് 30 × 31, അതായത് 930 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n+1. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിൽ n². ഇവിടെ ചോദ്യം നേരിട്ടിങ്ങ് തന്നേക്കാം, അല്ലാത്തടത്താണ് നമ്മൾ n കണ്ടുപിടിക്കണം. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ n × n+1. n ഇവിടെ 30 തന്നിട്ടുണ്ട്. 30 × 30 + 1, 30 × 31 930. ഓപ്ഷൻ സി ആണ് ഉത്തരം. തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 100 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n² 100 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n എത്ര ഒറ്റ സംഖ്യകളെന്നാണ് ചോദിച്ചേക്കുന്നത്? √100. n² ഇനി തന്നു, തുക ഇനി തന്നിട്ടുണ്ട്. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ്, അതായത് n നമുക്കറിയത്തില്ല, എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. n² ഇവിടെ 100 തന്നിട്ടുണ്ട്. n = √100 =
10. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് 100. ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n സ്ക്വയർ. 100 തന്നിട്ടുണ്ട്. n കാണാൻ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി n കാണാൻ n സ്ക്വയർ 100 ആണെങ്കിൽ n കാണാൻ √100 10 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ അടുത്തടുത്തുള്ള രണ്ട് ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിനെ എല്ലായ്പ്പോഴും 8 കൊണ്ടോ 8ൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ വിശേഷീകരിക്കാൻ കഴിയൂ. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. തൊട്ടടുത്തടുത്തുള്ള രണ്ട് ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിനെ എല്ലായ്പ്പോഴും 8ൻ്റെ ഘടകങ്ങൾ കൊണ്ടോ 8 കൊണ്ടോ മാത്രമേ വിശേഷീകരിക്കാൻ കഴിയൂ. ഇത് മനസ്സിലാക്കി വെക്കുക. അന്നേരം അതൊരു PSC ക്വസ്റ്റ്യനാണിത്. തൊട്ടടുത്തടുത്തുള്ള രണ്ട് ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിനെ എല്ലായ്പ്പോഴും ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി 8 ആണ് ഉത്തരം. അതായത് ഇത് ഓർത്തിരുന്നാൽ മതി. തൊട്ടടുത്തടുത്തുള്ള രണ്ട് ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിനെ എല്ലായ്പ്പോഴും 8 കൊണ്ടോ 8ൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ വിശേഷം ഹരിക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയിരുന്നാൽ ഇത് ചെയ്യാൻ പറ്റും. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. തൊട്ടടുത്തടുത്തുള്ള രണ്ട് ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിനെ എല്ലായ്പ്പോഴും 8ൻ്റെയോ 8ൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ നിശേഷം ഹരിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി വെക്കുക. ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അടുത്തടുത്ത രണ്ട് ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിന് എല്ലായ്പ്പോഴും ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെന്നാണ് ചോദ്യം. 6, 3, 8, 7. 8 കൊണ്ടോ 8ൻ്റെ ഘടകങ്ങൾ കൊണ്ടോ. ഇത് മനസ്സിലാക്കി വെച്ചാൽ നമുക്കിത് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. ഇവിടെ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. 1 പ്രൈം നമ്പറോ കോമ്പോസിറ്റ് നമ്പറോ അല്ല. ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. ഇരട്ടസംഖ്യയാണ് ഏക അഭാജ്യസംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2. ഒരൊറ്റ ഇരട്ടസംഖ്യയുള്ള അഭാജ്യസംഖ്യ അല്ലെ പ്രൈം നമ്പർ 2. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ 2 ആണ്. 1 ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. ഇനി അഭാജ്യസംഖ്യകളല്ലേ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2, 3, 5, 7, 11, 13, 17, 19 അങ്ങനെ അങ്ങോട്ട് പോകും. അതായത് 2ൻ്റെ ഘടകങ്ങൾ 1ഉം 2ഉം 1ഉം ആ നമ്പർ മാത്രം ഘടകങ്ങളായിട്ടുള്ളവയാണ് അഭാജ്യസംഖ്യകളല്ലേ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളവയെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. 5ൻ്റെ ഘടകങ്ങൾ 1ഉം 5ഉം മാത്രം. 7ൻ്റെ ഘടകങ്ങൾ 1ഉം 7ഉം മാത്രം. ഇതിൻ്റെ 2ൻ്റെ ടേബിൾ എഴുതിയാൽ മാത്രമേ നമുക്ക് 7 കിട്ടും. 11, 9 അഭാജ്യസംഖ്യയല്ല. 1ന് വേറെ ഘടകങ്ങളുണ്ട്. 1, 3, 9. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പർ. 13ൻ്റെ ഘടകങ്ങൾ 1ഉം 13, 11ൻ്റെ ഘടകങ്ങൾ 1ഉം 11. ആ സംഖ്യയും 1 മാത്രം ഘടകങ്ങളായിട്ട് 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള ഫാക്ടേഴ്സ് ഉള്ളതിനെ നമുക്ക് ഭാജ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. 100 വരെ അല്ലെങ്കിൽ അഭാജ്യസംഖ്യകൾ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് പറയാം. അത് ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അത് വെച്ചാൽ ബാക്കി. അപ്പോൾ 6ൻ്റെ ഗുണിതങ്ങൾ 6, 6, 6, 6, 12, 6, 18, 6, 24, 6, 36, 6, 36, 6, 42, 48, 6, 54, 6, 60, 16, 56, 72, 16, 72 അങ്ങനെ 100 വരെ എഴുതി. അപ്പോൾ ഇത് നമ്മൾ 6ൻ്റെ ഈ ഗുണിതത്തിൻ്റെ തൊട്ട മുമ്പും ബിന്ദു ഉള്ളത് എഴുതും. അതായത് 5, 7 ഇത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്. ഇത് 12, 13, 11 ഇത് രണ്ടും അഭാജ്യസംഖ്യകളാണ്. ഇവിടെ
അതിന് മുമ്പുള്ളതും അത് കഴിഞ്ഞുള്ളതും ഇത് രണ്ടും അഭാജ്യ സംഖ്യയാണ്. ചില എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്, എന്നാൽ നമുക്ക് പെട്ടെന്ന് നോക്കണമെങ്കിൽ നമുക്ക് നോക്കിയാൽ മതി. 23, 25 കണ്ടോ, ഇത് അഭാജ്യ സംഖ്യയല്ല. 5ൽ എൻഡ് ചെയ്യുന്ന അഭാജ്യ സംഖ്യയല്ല, അതിന് തൊട്ട് മുമ്പും പിൻപോൾ. 29, 31 ഇത് രണ്ടും അഭാജ്യ സംഖ്യയാണ്. എക്സെപ്ഷണൽ കേസ് വരുന്നെന്നുള്ളതേ ഉള്ളൂ. 35, 37 35 അഭാജ്യ സംഖ്യയല്ല, 5ൻ്റെ ഗുണിതമില്ല, 5ൽ അവസാനിക്കുന്നത് ഭാജ്യസംഖ്യയാണ്. 41, 43 അതിന് തൊട്ട് മുൻപും പിൻപുള്ള ഭാജ്യസംഖ്യയാണ്. 47, 49 7 49 അത് ഭാജ്യസംഖ്യയല്ല. 47 പ്രൈം നമ്പറാണ്. 54 ഒരു എളുപ്പ വഴി പറയുന്നത് ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. 53 അഭാജ്യസംഖ്യയാണ്. 55 5ൽ അവസാനിക്കുന്ന അഭാജ്യസംഖ്യയല്ല, 5 കൊണ്ട് നിശേഷമായിരിക്കുക. 59, 61 അഭാജ്യസംഖ്യ പ്രൈം നമ്പറാണ്. 66, 67, 65 കണ്ടോ, 5ൽ അവസാനിക്കുന്നത് ഇത് അഭാജ്യസംഖ്യ അല്ല. 72, 73, 71 ഇത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്. 71, 73 6ൻ്റെ ഗുണിതങ്ങളുടെ തൊട്ട് മുൻപും പിൻപും വരുന്ന ചില എക്സെപ്ഷണൽ കേസുകൾ. 25 5ൻ്റെ ഗുണിതമാണ്, നമുക്കറിയാം. 35 36 മുമ്പുള്ളത് അതും 5ൻ്റെ ഗുണിതമാണ്. അതുപോലെ 49 48 കഴിഞ്ഞിട്ട് മുൻപും പിൻപും 49 എക്സെപ്ഷണൽ കേസ്. ഇവിടെ 78, 77, 79 പ്രൈം നമ്പറാണ്. 77 11ൻ്റെ ഗുണിതമാണ്. അതുപോലെ 85, 83 ഇത് പ്രൈമാണ്. 5ൽ അവസാനിക്കുന്നത് പ്രൈം നമ്പറല്ല, ഭാജ്യസംഖ്യയല്ല. 89, 91 ഇത് 13, 7, 91 ഇത് എക്സെപ്ഷണൽ കേസാണ്. 9, 97, 95 ഇത് 95 അഭാജ്യസംഖ്യയല്ല. ബാക്കി 100 വരെ 25 പ്രൈം നമ്പേഴ്സാണുള്ളത്. പെട്ടെന്ന് ഒരു 25 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ചോദിച്ചാൽ നമുക്ക് 25 വരെ തൊട്ട് മുമ്പ് വരെയുള്ള 6ൻ്റെ ഗുണിതങ്ങൾ എഴുതി അപ്പുറം നോക്കിയാൽ മതി. എക്സെപ്ഷണൽ കേസ് ഒന്ന് കട്ട് ചെയ്താൽ മതി പ്രൈം നമ്പേഴ്സ്. ഇത് അംശങ്ങൾ തുല്യമായാൽ ചെറിയ ഛേദം വരുന്ന വലിയ സംഖ്യ ആയിരിക്കും, അംശങ്ങൾ തുല്യമായാൽ വലിയ ഛേദം വരുന്ന ചെറിയ സംഖ്യ ആയിരിക്കും. ഈ കാര്യങ്ങൾ ഓർത്തിരുന്ന് നമുക്ക് ഇതുപോലുള്ള കണക്കുകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അംശങ്ങൾ തുല്യമാണ് ഇവിടെ, 1 ഇവിടെ എല്ലാ അംശം. അപ്പോൾ 1/8, 1/4, 1/6, 1/2 ഇതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏറ്റവും ചെറിയ ഛേദം നോക്കിയാണ്. അംശങ്ങൾ തുല്യമായാൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ചെറിയ ഛേദം നോക്കിയാണ് ഏറ്റവും ചെറിയ ഛേദം. അംശങ്ങൾ തുല്യമായാൽ ഏറ്റവും വലിയ ഛേദമായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ഇവിടെ 8/9, 8/10, 8/15, 8/8 അംശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഛേദം നോക്കിയാണ് ഏറ്റവും ചെറിയ പിന്നെ ഏതാന്ന് നോക്കാൻ. 8/15 ഇത് ഓർത്തിരിക്കുക. അംശങ്ങൾ തുല്യമായാൽ ഏറ്റവും വലിയ ഛേദം ഏറ്റവും ചെറിയ സംഖ്യ, അംശങ്ങൾ തുല്യമായാൽ ഏറ്റവും ചെറിയ ഛേദം ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അംശങ്ങൾ തുല്യമായാൽ ഏറ്റവും വലിയ ഛേദമുള്ളത് ചെറിയ ഭിന്നവും, അംശങ്ങൾ തുല്യമായാൽ ഏറ്റവും വലിയ ഛേദമുള്ളത് ചെറിയ ഭിന്നവും ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ ഫലപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.